അപ്കമിങ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. മേക്കപ്പ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ പൊതുവേ ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ് ഈ കോമ്പാക്ട് പൗഡറും ലൂസ് പൗഡറും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്നുള്ളത്. മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ലൂസന്റ് പൗഡേഴ്സ് നമ്മൾ ഈ ബേക്കിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇട്ട മേക്കപ്പ് ഒക്കെ ഒന്ന് ലോക്ക് ചെയ്ത് അവിടെ തന്നെ വെക്കാൻ വേണ്ടിയിട്ടും. പക്ഷെ കോമ്പാക്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ ഈ ടച്ചപ്പ് പോലുള്ള കാര്യങ്ങൾക്കും അതേപോലെ തന്നെ എക്സസ് ഓയിൽ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് ടച്ച് ചെയ്താൽ ഈസിലി നമുക്ക് അതൊന്ന് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ട്രാൻസ്ലൂസന്റ് പൗഡർ അങ്ങനെ കവറേജ് തരുന്ന ഒരു കാര്യമല്ല. പക്ഷേ കോമ്പാക്ടിന്റെ ഒരു ബെനിഫിറ്റ് അതാണ് കേട്ടോ, കുറച്ച് കവറേജ് തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ കോമ്പാക്ട്. അപ്പൊ നമ്മുടെ ഈ പേഴ്സണൽ യൂസിനൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ഈ കൺസീലർ മാത്രം യൂസ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ വേണ്ടാന്ന് വെക്കുവാണെങ്കിൽ നമ്മൾ ഈ പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ളിടത്ത് കൺസീലർ ചെയ്തിട്ട് ഈ കോമ്പാക്ട് കൊണ്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കവറേജ് വരും. അത്യാവശ്യം നല്ലൊരു ഫിനിഷിൽ നമുക്ക് മേക്കപ്പ് ചെയ്ത് എടുക്കാനും പറ്റും. പിന്നെ ഇപ്പം നമ്മൾ ഈ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്യാണ്, ബ്രൈഡ് വളരെ മിനിമൽ മേക്കപ്പ് ആണ് പ്രിഫർ ചെയ്യുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഈ ട്രാൻസ്ലൂസന്റ് പൗഡർ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ഹൈ കവറേജ്, അതായത് നല്ല പിഗ്മെന്റേഷനും കാര്യങ്ങളും ആക്നെ സ്കാർസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഫുൾ കവറേജ് മേക്കപ്പ് തന്നെ വേണ്ടി വരും അത് ചെയ്യാനായിട്ട്. അപ്പൊ അത് കോമ്പാക്ട് കൊണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസസ്, അതായത് കോമ്പാക്റ്റും ട്രാൻസ്ലൂസന്റ് പൗഡേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ.